കാശ്മീരിലെ നൌഷേരയിൽ വ്യോമാതിർത്തി ലംഘിച്ച് പറന്നെത്തിയ പാകിസ്ഥാന്റെ F-16 വിമാനങ്ങൾ ഇന്ത്യൻ സേന വെടിവെച്ചിട്ടു. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് പാകിസ്ഥാന്റെ 3 വിമാനങ്ങൾ അതിർത്തി ലംഘിച്ച് പറന്നെത്തിയത്. ഇതിൽ ഒരു വിമാനത്തെയാണ് ഇന്ത്യ വെടിവെച്ചിട്ടത്. വിമാനത്തിൽ നിന്നും ഒരാൾ പാരച്യൂട്ടിൽ രക്ഷപ്പെട്ടതായി വാർത്താ ഏജൻസിയായ ANI റിപ്പോർട്ട് ചെയ്തു. നൌഷേരയിലെ ലാം താഴ്വരയിലാണ് വിമാനങ്ങൾ എത്തിയത്. അതിർത്തിക്ക് 3 കിലോമീറ്റർ ഇപ്പുറത്തേക്ക് എത്തിയ വിമാനങ്ങൾക്ക് നേരെ ഇന്ത്യ തുടർച്ചയായി വെടിവെച്ചു. ബാലാകോട്ട് ആക്രമണത്തിന് പിന്നാലെയാണ് ഇന്ത്യൻ അതിർത്തിയിൽ പാകിസ്ഥാന്റെ ഈ കടന്നുകയറ്റം. നേരത്തെ തന്നെ പാകിസ്ഥാന്റെ F-16 യുദ്ധവിമാനങ്ങൾ ഇന്ത്യയുടെ മിറാഷ് യുദ്ധവിമാനങ്ങൾക്ക് മുന്നിൽ പരാജയപ്പെട്ടിരുന്നു. ഇന്ത്യക്കെതിരെ ശക്തമായ ആക്രമണം നടത്തുമെന്ന് പ്രഖ്യാപിച്ച പാകിസ്ഥാന്റെ മുന്നറിയിപ്പിൽ കാര്യമില്ല എന്നാണ് പ്രതിരോധ മേഖലയിലെ വിദഗ്ധരുടെ നിരീക്ഷണം. പാകിസ്ഥാന്റെ കൈവശം ആധുനികമായ ആയുധങ്ങളോ ഏറ്റവും പുതിയ പോർവിമാനങ്ങളോ ഇല്ല. പഴയ ടെക്നോളജിയിൽ പ്രവർത്തിക്കുന്ന വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ നിന്നും വാങ്ങിയ F-16 പോർവിമാനങ്ങളും ചൈനയിൽ നിന്നുമുള്ള ചില പഴയ പോർവിമാനങ്ങളുമാണ് പാക് വ്യോമസേനയുടെ കൈവശമുള്ളത്. അതുകൊണ്ട് തന്നെ സാങ്കേതികപരമായി ഏറെ മുന്നിൽ നിൽക്കുന്ന ഇന്ത്യൻ വ്യോമസേനയുടെ കണ്ണുവെട്ടിച്ച് അതിർത്തി ലംഘിച്ചെത്തുക എന്നത് പാക് പോർവിമാനങ്ങളെ സംബന്ധിച്ച് അത്ര എളുപ്പമല്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകൾ ആക്രമണം നടത്തിയ അന്ന് രാവിലെ തന്നെ പാകിസ്ഥാന്റെ F-16 വിമാനങ്ങൾ ഇന്ത്യയുടെ അതിർത്തിയിലേക്ക് വന്നെങ്കിലും ഇന്ത്യയുടെ മിറാഷ് യുദ്ധവിമാനങ്ങൾ കണ്ട് പിന്മാറിയതും അതിനുദാഹരണമാണ്.